ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ മലയാള സെക്കൻഡിലെ അടിസ്ഥാന പാഠാവലിയിലെ തേൻകനി എന്ന പാഠഭാഗം, ആ തേൻകനി എന്ന പാഠഭാഗത്തിൻ്റെ ഉള്ളിലുള്ള ആശയങ്ങളെ മുഴുവൻ പരിശോധിക്കുന്ന ഒരു സെക്ഷനിലേക്കാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. പാഠഭാഗം വിശദമായിട്ട് പറയുന്നില്ല, പ്രധാനപ്പെട്ട ആശയങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യും, ഈ പാഠഭാഗത്തിനകത്ത് കടന്നു പോകുന്നുണ്ട്, ഈ വീഡിയോക്കകത്ത് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി എന്ത് ചെയ്യുക, ക്ലാസ് കാണുക. തേൻകനി എന്ന നാടകത്തിലേക്ക് യൂണിറ്റ് 2 ചാപ്റ്റർ 3 എല്ലാ കുട്ടികളെയും സ്വാഗതം ചെയ്യുന്നു. വയല വാസുദേവൻ പിള്ള എഴുതിയ നാടകമായിരുന്നു, വായിച്ചു നോക്കുക. ആമുഖം: മലയാള നാടകകാരന്മാരിൽ പ്രമുഖനായ ഡോക്ടർ വയല വാസുദേവൻ പിള്ളയുടെ തേൻകനി എന്ന നാടകം കുട്ടികളുടെ നാടകവേദിയുടെ ആധുനിക മുഖം കാട്ടിത്തരുന്നു. ബാലമനസ്സിലെ ഭയങ്ങളെ, കുട്ടിക്കാലത്ത് മനസ്സിനകത്ത് രൂപപ്പെടുന്ന ഭയങ്ങളെ സർഗാത്മകമായ കൂട്ടായ്മകൾ കൊണ്ട് മറികടക്കേണ്ടതിനെക്കുറിച്ചും ഓരോ കുട്ടിയുടെയും ഉള്ളിൽ നിന്ന് ജ്വലിച്ചുയർന്നു വരേണ്ട സ്വാശ്രയബോധത്തെക്കുറിച്ചും സ്വന്തം കാലിൽ നിൽക്കാനുള്ള കപ്പാസിറ്റി ഈ നാടകം യുക്തിപൂർവ്വം ചർച്ച ചെയ്യുന്നു. കുട്ടിത്തത്തിൻ്റെ അരങ്ങിൽ കളികൾക്കും നിറങ്ങൾക്കും കൗതുകങ്ങൾക്കും നൽകേണ്ട പ്രാധാന്യം മനസ്സിലാക്കിയാണ് തേൻകനിയുടെ അവതരണ ശൈലി ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. നാടക സാഹിത്യ പഠനത്തോടൊപ്പം അരങ്ങിലെ സാങ്കേതിക കാര്യങ്ങളെക്കുറിച്ചുമുള്ള സാമാന്യ അവബോധവും കുട്ടികളിൽ വളർത്തിയെടുക്കുന്നു. കഥാപാത്രങ്ങൾ: രാമൻ, ഭദ്രൻ, വനഗായകൻ, കുട്ടികൾ. പാഠഭാഗാശയം: കാട് ഒരനുഗ്രഹമാണ്. കാടിൻ്റെയും പ്രകൃതിയുടെയും പ്രാധാന്യം മനസ്സിലാക്കാൻ കുട്ടികൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന നാടകമാണ് വയല വാസുദേവൻ പിള്ളയുടെ തേൻകനി. അതോടൊപ്പം നാടകം എന്ന ദൃശ്യകലയെ അടുത്തറിയാനും നാടക അവതരണവുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ അഭിരുചി വളർത്താനും ഈ പാഠഭാഗം പ്രയോജനപ്പെടുന്നുണ്ട്. അതിനകത്തുള്ളൊരു പരാമർശമാണ് കാട്ടിലേക്ക് പോകല്ലേ, കൂട്ടുകൂടല്ലേ, മരത്തിൽ കയറല്ലേ തുടങ്ങിയ വിലക്കുകൾ കേട്ട് വളരുന്ന കുട്ടികളിൽ കാട് ഭയം ജനിപ്പിക്കുന്ന ഒരു ഇടമായി മാറുന്നു. പഴയ തലമുറയിൽപ്പെട്ടവർ കാടിനെ ഭയന്ന് വളരാനാണ് കുട്ടികളെ പഠിപ്പിച്ചത്. കുട്ടികളുടെ സുരക്ഷിതത്വം കണക്കിലെടുത്താണെങ്കിലും ശൈശവഘട്ടത്തിൽ തന്നെ കാടിനെക്കുറിച്ച് ഭയം ജനിപ്പിച്ച് വളർത്താനാണ് രക്ഷിതാക്കളും ശ്രമിച്ചിട്ടുള്ളത്. ബാലമനസ്സുകളിൽ ചേക്കേറിയ ഇത്തരം ഭയചിന്തകളെ സർഗാത്മകമായ കൂട്ടായ്മയിലൂടെ ഇല്ലാതാക്കാനും കാടിനെയും വനഗായകനെയും സ്നേഹിക്കാനും കൂട്ടുകാരായി കാണാനും ഈ നാടകം നമ്മെ പഠിപ്പിക്കുന്നു. മാമുണ്ടില്ലെങ്കിൽ കോത്താമ്പി പിടിക്കും, പട്ടാണി പിടിക്കും, അണ്ണാച്ചി പിടിക്കും എന്നൊക്കെ പറയുന്ന സാധനം. ആ കാട്ടിലെ ഉമ്മാക്കി കുഞ്ഞിനെ പിടിച്ചു കൊണ്ടുപോകും തുടങ്ങി പഴയ തലമുറയുടെ ചിന്ത തന്നെയാണ് അയഥാർത്ഥമായ ഇല്ലാത്തത് ഒന്നും ഉണ്ട് എന്ന തരത്തിൽ അവതരിപ്പിക്കുക, ഉമ്മാക്കി എന്ന സങ്കല്പത്തിലൂടെ നാടകകൃത്ത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഉമ്മാക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇല്ലാത്ത ഒന്ന് ഉണ്ട് എന്ന തരത്തിൽ അവതരിപ്പിക്കുന്നതിനാണ് ഉമ്മാക്കി കാണിക്കുക എന്ന് പറയുന്നത്. പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ കാടിനെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ പഴയ ഭയ ചിന്തകൾക്ക് പ്രസക്തി ഇല്ലാതായി. മാമ്പഴം പെറുക്കാൻ കാട്ടിലെത്തുന്ന കൂട്ടുകാർ ആദ്യം കാടിനെ ഭയപ്പെടുന്നുണ്ട്, പിന്നീട് കാടിനെ, വനഗായകനെ, അദ്ദേഹത്തിൻ്റെ പാട്ടിനെ, കാടിൻ്റെ പരിശുദ്ധിയെ എല്ലാം അവർ സ്വാഭാവികമായ പശ്ചാത്തലത്തിൽ തിരിച്ചറിയുകയാണ് നാടകത്തിൽ. പൊയ്മുഖമണിഞ്ഞ വനഗായകനെ അവർ എല്ലാവരും ചേർന്ന് തോൽപ്പിക്കുന്നു. വെള്ള വസ്ത്രമെടുത്ത വനഗായകനെയും കാടിനെയും അവർ സ്നേഹിക്കാൻ പഠിക്കുന്നു. സംഘബലം ഭയത്തെ ഇല്ലാതാക്കുമെന്ന് തിരിച്ചറിയുന്നു. കാടിൻ്റെ പാട്ടുകാരനായ വനഗായകൻ ബ്രാക്കറ്റിൽ സന്യാസിയായിട്ടും വൃദ്ധനായിട്ടും കാട് തന്നെയാണ്, അഥവാ കാടിൻ്റെ പ്രതിനിധിയാണ്. വൃദ്ധനുമായി അവർ കൂട്ടുകൂടുന്നതും അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി അദ്ദേഹത്തെ സമീപിക്കുന്നതും നാടകകൃത്ത് വളരെ ബോധപൂർവം കൂട്ടിച്ചേർക്കുന്നു. കുട്ടികൾക്ക് വേണ്ടി മാവിൽ കയറി മാമ്പഴം കുലുക്കി കൊടുക്കുന്നതും കൊഴിഞ്ഞു വീണ മാമ്പഴം കല്ലാകുന്നതുമെല്ലാം ഹൃദ്യമായി അവതരിപ്പിക്കുന്ന നാടകം അധ്വാനത്തിൻ്റെ മഹത്വം കുട്ടികളെ ബോധ്യപ്പെടുത്തുന്നു. മധുരമുള്ള മാമ്പഴം ലഭിക്കുന്നത് വഴി അവർ സന്തോഷവാന്മാരാകുന്നു. സെറ്റാണല്ലോ? ഓക്കെ. ഉഴുതു ഉണ്ണുന്നതിൻ്റെ മഹത്വം, അധ്വാനിച്ച് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മഹത്വം കുട്ടികൾ മനസ്സിലാക്കുന്നു. അധ്വാനിച്ച് നേടിയതേ നമ്മിലുണ്ടാകൂ എന്ന ചിന്ത കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാനും നാടകകൃത്ത് വനഗായകനിലൂടെ ശ്രമിക്കുന്നു. കുട്ടികളുടെ മനോഭാവം. തേൻകനി എന്ന നാടകത്തിലെ ശ്രദ്ധേയമായ മറ്റൊരു കഥാപാത്രമാണ് ഭദ്രൻ. ഉമ്മാക്കി എന്ന് കേൾക്കുമ്പോഴേ ഭയന്ന് വിറയ്ക്കുന്ന പേടിത്തൊണ്ടനായ അവൻ മടിയനുമാണ്. അധ്വാനിക്കാതെ മാമ്പഴം തിന്നാൻ ശ്രമിച്ചവന് ലഭിച്ച മാമ്പഴം കല്ലായി പോകുന്നു. കാടുമായി ബന്ധപ്പെട്ട ചിന്തകളും ഭദ്രൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൽ ഭയം ജനിപ്പിക്കുന്നുണ്ട്. കൂട്ടുകാരോടൊപ്പം ചേരുന്ന ഭദ്രൻ അവരെ വളരെയധികം സ്നേഹിക്കുന്നു.
ബാല്യകാലത്ത് അമ്മ പകർന്നു നൽകിയ കാടിനെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് ഭദ്രനെ പേടിത്തൊണ്ടനാക്കുന്നത്. അത് അവൻ തൻ്റെ കൂട്ടുകാരുമായി പങ്കുവെക്കുകയും ചെയ്യുന്നു. പുതുതലമുറയിലെ കുട്ടികളുടെ പ്രതിനിധിയായിട്ടാണ് നാടകകൃത്ത് ഭദ്രനെ അവതരിപ്പിക്കുന്നത്. മണ്ണുമായി ബന്ധമില്ലാതെ വളർന്ന അവൻ കൂട്ടുകാരോടൊപ്പം ചേരാനും കാട്ടിലേക്ക് പോകാനും മരത്തിൽ കയറാനും അറച്ചു നിൽക്കുന്നുണ്ട്. മാവിൽ കയറാനെത്തിയ കൂട്ടുകാരെ അവൻ തടയുന്നുമുണ്ട്. തൻ്റെ കൂട്ടുകാർ മരത്തിൽ നിന്ന് വീണ് ബോധരഹിതരായപ്പോൾ അവൻ ഏറെ ഭയപ്പെടുന്നു. കൂട്ടുകാർക്ക് വേണ്ടി വനഗായകന്റെ നിർദ്ദേശപ്രകാരം കാട്ടുമരുന്ന് എന്ത് ചെയ്യുന്നുണ്ട്, തേടിപ്പോകുന്നുണ്ട്. കുട്ടികൾ പ്രകൃതിയെ, കാടിനെ അറിഞ്ഞു വളരേണ്ടതിൻ്റെ ജീവസുറ്റ ഒരു ചിത്രമാണ് നാടകകൃത്ത് ഇവിടെ അവതരിപ്പിക്കുന്നത്. പച്ചമരുന്ന് തേടിയുള്ള ഭദ്രന്റെ യാത്ര പ്രകൃതിയെ അറിഞ്ഞു വളരുന്ന ജീവിതയാത്ര തന്നെയാണ്. എല്ലാ തരത്തിലുമുള്ള മുറിവുകളും ഉണക്കാൻ പ്രകൃതി കനിഞ്ഞരുളുന്നതിൻ്റെ ഒരു ചിത്രമാണ് ഇതിലൂടെ അവതരിപ്പിക്കുന്നത്. കൂട്ടുകാർക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച് കാട്ടുമരുന്നുമായി എത്തുന്ന ഭദ്രൻ ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായി മാറുന്നു. ബോധമില്ലാതായ തൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഏറെ വേദന സഹിച്ചും അവൻ കാത്തിരിക്കുന്നു. സ്വപ്നത്തിൽ നിന്നെന്ന പോലെ സുഹൃത്തുക്കൾ ഉണർന്നപ്പോൾ കൂട്ടുകാർക്ക് വേണ്ടി കുറേയേറെ പ്രയാസങ്ങൾ താണ്ടിയ ഭദ്രന് തൻ്റെ അധ്വാനത്തിൻ്റെ ഫലം എന്തെന്ന് ബോധ്യപ്പെടുന്നുമുണ്ട്. തേൻകനി ഇവിടെ വിയർപ്പിൻ കനിയാവുന്നു. അധ്വാനത്തിൻ്റെ ഫലം എന്തെന്ന് അവന് സ്വാഭാവികമായി അനുഭവിച്ചറിയാൻ കഴിയുന്നു. ഭദ്രൻ കഥാപാത്ര നിരൂപണം. പിന്നെ ചോദ്യത്തിലേക്ക് കിടക്കാം. അമ്മ പറഞ്ഞു ആ കാട്ടിൽ ഉമ്മാക്കി ഉണ്ടെന്ന്. എന്താണ് നാടകത്തിലെ ഉമ്മാക്കി? വിശകലനം ചെയ്യുക. കുട്ടികളുടെ സുരക്ഷയെ കരുതിയാണ് മുതിർന്നവർ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് കുട്ടികളെ ഭയപ്പെടുത്തുന്നത്. ബാലമനസ്സിൻ്റെ സങ്കല്പങ്ങൾ ഇത്തരം ഭയങ്ങൾ വളരെ വേഗം സ്വീകരിക്കും. ഇല്ലാത്ത ഒന്നിനെ ഉണ്ടെന്ന തോന്നൽ സൃഷ്ടിക്കുന്നതാണ് ഉമ്മാക്കി കാട്ടുക എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം. കുട്ടികളുടെ ഉള്ളിൽ സമൂഹം സൃഷ്ടിക്കുന്ന ഭയം തന്നെയാണ് ഉമ്മാക്കി എന്നതിലൂടെ ഈ നാടകത്തിൽ സൂചിപ്പിക്കുന്നത്. കുട്ടികളുടെ നൈസർഗികമായ അതിജീവനത്തെ ഈ ഭയം തടസ്സപ്പെടുത്തുന്നു. കുട്ടികൾക്ക് തേന്മാവ് കാണിച്ചു കൊടുക്കുകയാവൂ, തേൻകനി പറിച്ചു കഴുകി ചെത്തിപ്പൂളി തിന്നാൻ പാകത്തിന് കൊടുക്കരുത്. ഈ വാക്യം സൂചിപ്പിക്കുന്നത് എന്താണ്? അധ്വാനത്തിൻ്റെ മഹത്വമാണ് ഈ വരികളിൽ സൂചിപ്പിക്കുന്നത്. അധ്വാനിക്കാതിരുന്നാൽ കുട്ടികൾ അലസന്മാരാകും. സ്വന്തമായി ആർജിക്കുന്ന അനുഭവങ്ങളാണ് ഏതൊരാളിനെയും ജീവിത വിജയത്തിലെത്തിക്കുന്നത്. അധ്വാനത്തിൻ്റെ മഹത്വമാണ് ഈ വരികളിൽ സൂചിപ്പിക്കുന്നത്. അധ്വാനിക്കാതിരുന്നാൽ കുട്ടികൾ അലസന്മാരാകും. സ്വന്തമായി ആർജിക്കുന്ന അനുഭവങ്ങളാണ് ഏതൊരാളിനെയും ജീവിത വിജയത്തിലെത്തിക്കുന്നത്. മാമ്പഴം കല്ലായി പോകുന്നത് എന്തുകൊണ്ട്? അധ്വാനിക്കാതെ ഫലം ലഭിക്കാനുള്ള ശ്രമങ്ങൾ പാഴായിത്തീരും. മറ്റുള്ളവരുടെ അധ്വാനത്തിൻ്റെ ഫലം നാം അല്ല കൈപ്പറ്റേണ്ടത്. ആരാണോ അധ്വാനിക്കുന്നത് അവർക്കാണ് അതിൻ്റെ അവകാശം. മടിയന്മാർക്ക് ജീവിതത്തിൽ ഒന്നും നേടാനാവില്ല. നേടിയാൽ തന്നെ അത് അനുഭവിക്കാൻ കഴിയില്ല. വനഗായകൻ അധ്വാനിച്ച് വീഴ്ത്തിയ മാമ്പഴത്തിൻ്റെ രുചി ആസ്വദിക്കാൻ കുട്ടികൾക്കായില്ല. അവനവൻ അധ്വാനിച്ച് നേടുന്ന ഫലങ്ങൾ മാത്രമേ മധുരമുള്ളതായി തീരൂ എന്ന സന്ദേശമാണ് ഈ വാക്കുകൾ നൽകുന്നത്. സെറ്റ്. തേൻകനി എന്ന നാടകം നൽകുന്ന സന്ദേശമെന്ത്? അവനവൻ അധ്വാനിച്ച് നേടുന്ന ഫലങ്ങൾ മധുരമുള്ളതായി തീരും. അകാരണമായ പല ഭയങ്ങളിലും പെട്ട് ഉഴലുന്നവരാണ് നമ്മൾ. ഇത്തരം ഭയങ്ങൾ നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തെ ഇല്ലാതാക്കുന്നു. ഈ ഭയത്തെ കൂട്ടായ്മയിലൂടെ, സ്നേഹത്തിലൂടെ, സൗഹൃദത്തിലൂടെ മറികടക്കാൻ കഴിയും എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ നാടകം. അവനവൻ്റെ ഉള്ളിൽ തന്നെ കുടികൊള്ളുന്ന ഉമ്മാക്കികളെ പരാജയപ്പെടുത്തേണ്ടത് കുട്ടികളുടെ നൈസർഗികമായ വളർച്ചയ്ക്ക് അനിവാര്യമാണ് എന്ന സന്ദേശമാണ് ഈ നാടകം നൽകുന്നത്. ഓക്കെ മക്കളെ, സെറ്റാണല്ലോ. താങ്ക് യു.